തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലാമല. ട്രെയിനിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ചയാൾ അറസ്റ്റിൽ. ഒറീസ അല്ലടിഗം സ്വദേശി ധരണി ബഹ്റയാണ് അറസ്റ്റിലായത്. ഷൊർണൂരിൽ ട്രെയിനിൽ നിന്നും യുവാവിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചയാൾ അറസ്റ്റിൽ. ഒറീസ അല്ലടിഗം സ്വദേശി ധരണി ബഹ്റയാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 3-ന് പുലർച്ചെ 3:30 തൃശൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് രാജ്യറാണിയിൽ യാത്ര ചെയ്യുകയായിരുന്ന തമിഴ്നാട് ഗൂഡല്ലൂർ പാറപ്പുറം വീട്ടിൽ മുഹമ്മദ് അജ്മലിന്റെ 25,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണാണ് മോഷ്ടിച്ചത്. ട്രെയിൻ ഷൊർണൂർ എത്തിയപ്പോൾ ഫോൺ ചാർജിലിട്ട് വെള്ളം വാങ്ങാൻ മുഹമ്മദ് അജ്മൽ പുറത്തിറങ്ങിയതും പ്രതി മൊബൈൽ ഫോണുമായി രക്ഷപ്പെടുകയായിരുന്നു. പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും യാത്ര ആരംഭിച്ചതിനാൽ ഇരുവരും വ്യത്യസ്ത ബോഗികളിൽ കയറിക്കൂടുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെയോടുകൂടിയാണ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 3/2/2025 തീയതി കാലത്ത് 3:15 വന്ന രാജറാണി വണ്ടിയിൽ, നിലമ്പൂർക്ക് വന്ന രാജറാണി വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്ന മുഹമ്മദ് അജ്മൽ എന്ന വ്യക്തിയുടെ ഒരു 28,000 രൂപ വിലയുള്ള മൊബൈൽ കളവ് പോയ സംഭവത്തിൽ ഇന്നലെ ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യും. ഇന്ന് കാലത്ത് അതിൻ്റെ പ്രതിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ധാരണി ബെഹ്റ എന്ന ഒഡീഷ സ്വദേശിയാണ്. അയാൾ നിലമ്പൂർ ഒരു CH മില്ലിൽ പണിക്കാരനാണ്. അപ്പോൾ അയാൾ കളവ് ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ ഇവിടെ വന്ന് ഷൊർണൂരിൽ നിന്ന് ഈ മൊബൈൽ എടുത്ത് പോയിരുന്ന മൊബൈലും സംഭവമെല്ലാം നമ്മൾ റിക്കവറി നടത്തി പ്രതിനെ അറസ്റ്റ് ചെയ്തു. ഈ 2-3 വർഷത്തിനിടയിലുണ്ടായ മോഷണ കേസുകളുടെ ഒരു അന്വേഷണം ഏത് രീതിയിൽ എത്തിയിട്ടുണ്ട്? ഈ 2 കൊല്ലത്തിലാണ് ഏകദേശം 2022 ഇവിടെ നമ്മുടെ മൊത്തം പോലീസ് സ്റ്റേഷനിൽ 15, ഈ ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ 15 കളവ് കേസുകളാണ് റിപ്പോർട്ടായിട്ടുള്ളത്. അതിൽ 13 കേസും നമുക്ക് ആളെ പിടിക്കാൻ പറ്റി. അതേസമയം 2023 വന്നപ്പോൾ 21 കേസ് റിപ്പോർട്ടായതിൽ 12 കേസിലാണ് പ്രതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത്. 2024 10 കേസുള്ളതിൽ 7 കേസിലും പ്രതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2025 ഇപ്പോൾ ഈ വർഷത്തിൽ മൊത്തം 3 കേസുണ്ടായതിൽ 2 കേസ് നമ്മൾ പ്രതിനെ അറസ്റ്റ് ചെയ്യും. മേജർ വരുന്നത് മൊബൈൽ മോഷണം മാത്രമാണോ? മൊബൈൽ മോഷണം മാത്രമായിട്ടല്ല, ബാഗുകളിൽ സ്വർണവും മൊബൈൽ, പിന്നെ സ്നാച്ചിങ്, മാല പൊട്ടിച്ചു പോകുന്ന കേസുകളും ഇതിൽ ഉൾപ്പെടും.